പക്ഷെ ഞാനൊരു കൺഫ്യൂസ്ഡ് പ്രോട്ടോപ്ലാസം ആയിരുന്നു. എനിക്കങ്ങനെ വലിയ അംബിഷൻസ് ആർ നോട്ട് ക്ലിയർ. ഞാനങ്ങനെ ഭയങ്കര ഫോക്കസ്ഡ് ആയിട്ട് മെഡിസിൻ എടുത്തല്ല. ഞങ്ങളുടെ സമയത്ത് മെഡിസിൻ എടുക്കും, എഞ്ചിനീയറിംഗ് എടുക്കും, അങ്ങനെ. ബെസ്റ്റ് പോസ്റ്റ് ഗ്രാജുവേറ്റിനുള്ള ഗോൾഡ് മെഡലൊക്കെ കരസ്ഥമാക്കി അല്ലേ? അത് വലിയ കാര്യമില്ല കേട്ടോ. പ്ലേറ്റ്ലെറ്റ് കുറയുന്ന അസുഖങ്ങളുണ്ട്. അപ്പൊ പലരും പ്ലേറ്റ്ലെറ്റ് കുറയുമ്പോൾ ക്യാൻസർ എന്ന് പറഞ്ഞിട്ട് പേടിച്ച് വരാറുണ്ട്. പക്ഷെ രക്താർബുദം എന്ന് പറയുകയാണെങ്കിൽ ഇതെല്ലാം അതിനകത്ത് വരുന്നതാണ്. അപ്പൊ ഈ ചീസിനോട് ഒരു ഡിസീസ് അല്ല ഇത്. അപ്പൊ രക്താർബുദത്തിന്റെ ചികിത്സ എന്താ ഡോക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടു നമ്മള് ഇത് കുറെ പറയണം. അപ്പൊ ഇതിനകത്ത് രക്താർബുദം എന്താ നിങ്ങൾ ചോദിച്ച ആൾ ഉദ്ദേശിക്കണേന്ന് നമ്മൾ ചോദിക്കേണ്ടി വരും. ഇത് പറയുമ്പോൾ തന്നെ എൻ്റെ വീട്ടിലും നമ്മുടെ ചുറ്റുമുള്ളവർക്കൊക്കെ ഒരു പരിഹാസമാണ്, ഈ ബ്ലഡ് എന്തിനാ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുപോയി കൊടുക്കണേന്ന്. അങ്ങനെ കൊടുക്കണ തന്നെ തെറ്റാ, ഇല്ലാത്ത അസുഖങ്ങൾ വരും എന്നൊക്കെ പറയും. കേരളത്തിലെ ചീഫ് സെക്രട്ടറി ഒരു സാറ് പറഞ്ഞൊരു വാക്ക് എനിക്ക് ഓർമ്മയുണ്ട്. കേരളത്തിലെ ജനങ്ങൾ ഹെൽത്ത് സീക്കിംഗ് പീപ്പിൾ ആണ്. ഹെൽത്ത് സീക്കിംഗ് ആണ് എന്ന് വെച്ചാൽ ഹെൽത്ത് അന്വേഷിച്ചു പോകുന്നതാണ്. ഏർലി ഡിറ്റക്ട് ചെയ്താൽ വെദർ ദർ ഈസ് എനി എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ടാവുമായിരിക്കും. കുറച്ച് കാര്യങ്ങൾ നമുക്ക്, കാരണം പലപ്പോഴും നമ്മൾ ഒരു ICUയിൽ വെച്ച് ഡയഗ്നോസ് ചെയ്യണതും OP വെച്ച് ഡയഗ്നോസ് ചെയ്യുന്നത് തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. 1 വർഷം 1% ആൾക്കാരെ കൺവേർട്ട് ചെയ്യുള്ളൂ MGUS എന്ന് പറഞ്ഞ കണ്ടീഷനിൽ നിന്ന്. അവർ എത്ര 20 വർഷം നോക്കിക്കഴിഞ്ഞാൽ 100 പേരുണ്ടെങ്കിൽ 20 വർഷം കൊണ്ട് 20 പേർക്ക് കൺവേർട്ട് ആവും. അഡ്വാൻസ്ഡ് സ്റ്റേജ് 4 വന്ന് നല്ലതായിട്ട് പോകുന്ന ആൾക്കാരുണ്ടാവും, ഏർലി സ്റ്റേജ് വന്ന് മോശമായിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ സ്റ്റേജ് വെച്ച് മാത്രം നമുക്ക് തീരുമാനിക്കാൻ. ബ്ലഡ് ക്യാൻസറിൽ പറ്റില്ല. എലിയെ കൊല്ലാൻ ഇല്ലം ചുടണം എന്ന് പറയണ പോലെയാണ് പഴയ കീമോതെറാപ്പിയുടെ. ഇന്ത്യയിലെ ഡോക്ടർമാർ ഫേസ് ചെയ്യുന്ന ഡെഫിനറ്റ്ലി വലിയ പ്രോബ്ലം ഹൗ ടു മാനേജ് ദ കോസ്റ്റ് ഓഫ് ദ ട്രീറ്റ്മെൻറ്റ്. ഈ കറ്റാസ്ട്രോഫിക് ട്രീറ്റ്മെൻറ്റ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ സഡൻലി യു ഹാവ് ഹ്യൂജ് എമൗണ്ട് ഓഫ് money to be spent on the treatment. That is a big problem. Some people make a difference through what they say, others through what they do every single day. Today's Soul on the Mic comes to the second category. A medical pioneer, a healer and a teacher who has dedicated his life to giving hope, strength, and renewed spirit to countless patients and families. While many know him as an accomplished hematologist and an educator, I have had the privilege to experience his compassion and dedication, which is beyond his professional achievements. He is the head and clinical professor of Clinical Hematology Department at Amrita Hospital, with his extensive expertise in blood disorders, bone marrow transplantation, stem cell transplantation, and clinical hematology. It's an absolute honor to welcome Dr. Neeraj Siddharthan to my Soul on the Mic. Thank you, Doctor, for joining me today. Thank you. Doctor, before we talk about hematology and your remarkable work, എന്താണ് ഡോക്ടർ ഇങ്ങനെ ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്യാനുള്ള ഒരു സ്റ്റോറി, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസ്പിറേഷൻ ഫ്രം യുവർ ഫാമിലി? എന്താണ് ഈ മെഡിസിൻ എന്നുള്ള പ്രൊഫഷൻ ചൂസ് ചെയ്യാനുള്ള? ഹെമറ്റോളജിയിലേക്ക് വരാം. ഞാൻ ആദ്യമായിട്ട് ഡോക്ടർ ആകാനുള്ള ഒരു ഡോക്ടർ എൻ്റെ ഫാമിലിയിൽ എൻ്റെ അമ്മ ഡോക്ടറാണ്. ഓക്കെ. എന്തിലാ സ്പെഷ്യലൈസ് ചെയ്തത്? അമ്മ സ്പെഷ്യലൈസ് ചെയ്തിട്ടില്ല. അമ്മ ESI ഹോസ്പിറ്റലിൽ ആയിരുന്നു. ഷീ റിട്ടയർഡ് അറ്റ് ദ അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷനിലായിരുന്നു. അപ്പോൾ അമ്മ കൂടാതെ എൻ്റെ അച്ഛൻ്റെ യങ്ങർ ബ്രദർ ഉണ്ട്, ഇളയച്ഛനും ഡോക്ടറാണ്. പിന്നെ ഞങ്ങളുടെ ഗ്രാൻഡ് ഫാദർ ഒരു വൈദ്യനായിരുന്നു, അച്ഛൻ്റെ ഗ്രാൻഡ് ഫാദർ. അങ്ങനെ കുറച്ച് ഫാമിലി ഹിസ്റ്ററി ഉണ്ട്. പക്ഷെ ഞാനൊരു കൺഫ്യൂസ്ഡ് പ്രോട്ടോപ്ലാസം ആയിരുന്നു. എനിക്കങ്ങനെ വലിയ അംബിഷൻസ് ആർ നോട്ട് ക്ലിയർ. ഞാനങ്ങനെ ഭയങ്കര ഫോക്കസ്ഡ് ആയിട്ട് മെഡിസിൻ എടുത്തല്ല. ഞങ്ങളുടെ സമയത്ത് മെഡിസിൻ എടുക്കും, എഞ്ചിനീയറിംഗ് എടുക്കും, അങ്ങനെ. അപ്പോൾ യു ഗോ വിത്ത് ദ ഫ്ലോ. അപ്പോൾ ദെൻ യു ചൂസ്. അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ വലിയ ആലോചിച്ചൊന്നും മെഡിസിൻ എടുത്തല്ല. കുറച്ച് പേര് ഇങ്ങനെ ഫാമിലിയിലുള്ളത് കൊണ്ടൊരു ഇൻസ്പിറേഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു മനസ്സിൽ. ഈ അല്ല, പിന്നെ ഞാൻ കുറച്ചുകൂടി സയൻസ് ഇഷ്ടമുള്ള ആളായിരുന്നു. സയൻസ് എന്ന് വെച്ചാൽ ഈ ഫിസിക്സ് മാത്സ് ഒക്കെ ആയിരുന്നു എൻ്റെ ഇഷ്ടമുള്ള സബ്ജക്ട്സ്. ബയോളജി അത്ര വലിയ ഇഷ്ടമുള്ള സബ്ജക്റ്റ് ഒന്നും ആയിരുന്നില്ല. പക്ഷേ എന്തുകൊണ്ടോ ഇവരൊക്കെ
ഫാമിലിയിലുള്ളപ്പോൾ അവർ ഇങ്ങനെ കേസസ് ഒക്കെ ഡിസ്കസ് ചെയ്യും, ആ പേഷ്യൻ്റ് കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ അതൊരു ഫാസിനേഷൻ ആയിരുന്നു എന്നെ. അപ്പോൾ ഇങ്ങനെ എങ്ങനെയാണ് നമ്മൾ ഒരു ഹ്യൂമൻ ബീങ്സിന് ഒരു അസുഖം വരുമ്പോൾ അതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക, എങ്ങനെ ട്രീറ്റ് ചെയ്യുക എന്നൊക്കെ ഉള്ളൊരു ചെറിയ ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. അത്രേ ഉള്ളൂ. അല്ലാതെ ഭയങ്കര വലിയ പാഷനൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. എന്നെ MBBS ചെയ്യണ സമയത്തും അങ്ങനെയൊക്കെ ആയിരുന്നു. MBBS ഞാൻ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലാണ് ചെയ്തത്. അത് കഴിഞ്ഞ് ഹൗ കം ഹെമറ്റോളജി? എന്താണ് ആ ഒരു ഡിസിഷൻ ഹെമറ്റോളജി തന്നെ സ്പെഷ്യലൈസ് ചെയ്യാനായിട്ടുള്ള? ഞാൻ പറഞ്ഞില്ല, ഞാൻ കുറച്ചൊരു കൺഫ്യൂസ്ഡ് മനുഷ്യനായിരുന്നു. MBBS കഴിഞ്ഞിട്ട് ഞാൻ കുറേ സബ്ജക്ട്സ് ട്രെയിനിങ്ങിന് പകുതി പോയിട്ടുണ്ട്. ഓർത്തോപെഡിക്സ്, ജനറൽ സർജറി, ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ജനറൽ മെഡിസിൻ എടുക്കുന്നത്. ജനറൽ മെഡിസിനിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ അത്യാവശ്യം ഒരു കൺഫ്യൂസ്ഡ് ഘട്ടം ഉണ്ടായിരുന്നു എൻ്റെ ലൈഫിൽ. അതായത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത, എന്ത് സ്പെഷ്യാലിറ്റി എടുക്കണം, എന്താ എനിക്ക് ഇഷ്ടമുള്ളതെന്ന്. സ്ലോലി ഐ തിങ്ക് നമുക്ക് അറിയാലോ, നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫീൽഡ് ഇതാണെന്ന് നമുക്ക് മനസ്സിലാവും കുറെ കഴിയുമ്പോൾ. ഒരു നാച്ചുറൽ കോൾ ഇസ് ദർ, യുനോ. അതൊരു ദാറ്റ് അങ്ങനെ എനിക്ക് ഇന്റേണൽ മെഡിസിൻ എടുത്തു. അതും ട്രിവാൻഡ്രത്ത് തന്നെ എടുത്തതാണ് അവസാനം. ഇന്റേണൽ മെഡിസിൻ ചെയ്യുന്ന സമയത്താണ് എനിക്കൊരു മെന്റർ ഉണ്ടായിരുന്നു, ഡോക്ടർ മാത്യു തോമസ് സാർ എന്ന് പറഞ്ഞിട്ട്. സാറിന്റെ യൂണിറ്റിലാണ് ഞാൻ ആദ്യം ചെല്ലുന്നത്. ഈ ഫസ്റ്റ് മറ്റേ ഫാസ്റ്റിംഗ് സാറിന്റെ കൂടെ ആയിരുന്നു. അപ്പോൾ സാറ് ഒരു ഹെമറ്റോളജി ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഫിസിഷ്യനായിരുന്നു. എനിക്ക് സാറിൻ്റെ അടുത്തു നിന്നാണ് എനിക്കൊരു റോൾ മോഡൽ പോലെ വന്നിട്ട്, സാറ് ഇങ്ങനെ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് മിക്കതും ഹെമറ്റോളജി ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾക്ക് ഓരോ പേപ്പർ റൈറ്റ് ചെയ്യാനൊക്കെ തരും നമുക്ക്. അപ്പോൾ സാറിൻ്റെ യൂണിറ്റിൽ കുറേ ഹെമറ്റോളജി പേഷ്യൻസ് വരുമായിരുന്നു. ആ ഒരു മെഡിസിൻ ഡിപ്പാർട്ട്മെന്റ് അകത്ത് തന്നെയുള്ള ഒരു ഇതായിരുന്നു. അങ്ങനെയാണ് ഹെമറ്റോളജിയിൽ ഇൻട്രസ്റ്റ് വന്നത്. സാറിനെ കണ്ടുകൊണ്ടാണ് എനിക്ക് ഇൻട്രസ്റ്റ് വന്നത്. പിന്നെ ഓഫ് കോഴ്സ് ദെൻ ഇത് കഴിഞ്ഞിട്ട് MD കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പിന്നെ MDയുടെ സമയത്ത് എനിക്ക് കുറച്ച് മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ പ്രൊഫസർ മാമൻ ചാണ്ടി സാറിനെ കാണുമായിരുന്നു മീറ്റിങ്ങിൽ. സാറിൻ്റെ ടോക്സ് ഒക്കെ കേൾക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അഗെയിൻ യു ഗെറ്റ് ഇൻസ്പയർഡ്. ഈ വലിയ സ്റ്റാൾവേർഡ്സിനൊക്കെ ഇങ്ങനെ കാണാനായിട്ട് സാധിച്ചു. അവരുടെ ആയിട്ടുള്ള ഇൻട്രാക്ഷനൊക്കെയാണ് നമ്മളെ ഇൻസ്പയർ ചെയ്തത്. MD കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഹെമറ്റോളജി ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ വെല്ലൂര് സാറിൻ്റെ അടുത്ത് പോയി, മാമൻ സാറിൻ്റെ അടുത്ത്. എൻ്റെ ഇളയച്ചനാണ് എനിക്ക് അപ്പോയിൻമെൻറ്റ്. ഇളയച്ചൻ വെല്ലൂരായിരുന്നു പഠിച്ചത്, കാർഡിയോതൊറാസിക് സർജൻ. ഇളയച്ചൻ വലിയൊരു ഈ സാറിൻ്റെ അപ്പോയിൻമെൻറ്റ് എടുത്ത് തന്നു. സാറിന് പോയി അവിടെ ഒരു ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ സാറ് പറഞ്ഞു, ഇപ്പോൾ വേക്കൻസി ഇല്ല, നോൺ PG വേക്കൻസി വരുമ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞു. സാറ് വിളിച്ചപ്പോൾ ഞാൻ പോയി. അവിടെ പിന്നെ കുറച്ച് നാൾ ജോലി ചെയ്ത് കഴിഞ്ഞ് എൻട്രൻസ് എഴുതി അവിടെ തന്നെ ബെസ്റ്റ് പോസ്റ്റ് ഗ്രാജുവേറ്റിനുള്ള ഗോൾഡ് മെഡലൊക്കെ കരസ്ഥമാക്കി. അത് വലിയ കാര്യമില്ല കേട്ടോ. അത് പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് അധികം പേരൊന്നും ഉണ്ടാവില്ല. അത് കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ എപ്പോഴും. അപ്പൊ അതില് മെഡൽ കിട്ടുന്ന കാര്യമുണ്ടോ എനിക്ക് അറിഞ്ഞൂടാ. മീൻ ഐ തിങ്ക് എവറിബഡി ഈസ് ഗുഡ്. പോസ്റ്റ് ഗ്രാജുവേറ്റ് ചെയ്യുമ്പോൾ എല്ലാവരും ഒത്തിരി വർക്ക് ചെയ്യണവരാണ്. ബെസ്റ്റ് ഈസ് ഓൺലി ഐ തിങ്ക് ഐ ഡോണ്ട് തിങ്ക് അത് ഒരു വലിയ എന്താ പറയാ അച്ചീവ്മെന്റ് തന്നെയാണ് അത്. People perceive it differently, but anyway, I think it's good to acquire it, but that's it. But more important was the training that you receive. Adu bayangara nalla, it is very rigorous training that you receive. Velloru anna വളരെ കുറച്ച് സ്ഥലങ്ങളിൽ ഇന്ത്യയിൽ ഹെമറ്റോളജി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ ട്രെയിൻ ചെയ്യാൻ പറ്റിയത് വലിയ ഭാഗ്യമായിരുന്നു. ഒത്തിരി മെൻറ്റേഴ്സ് അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവിടെ മാമൻ സാർ കൂടാതെ ഡോക്ടർ അലോക്, ഡോക്ടർ വിക്രം, ഡോക്ടർ ബിജു, ഡോക്ടർ ഓറോ എന്നൊക്കെ പറഞ്ഞ ഒത്തിരി പേര് നമ്മളെ മെന്റർ ചെയ്യാനുണ്ടായിരുന്നു. ദാറ്റ് ഇറ്റ് സെൽഫ് അത് വലിയ ഭാഗ്യമായിരുന്നു. ഓക്കെ, കമ്മിങ് ബാക്ക് ടു ഹെമറ്റോളജി, ആർക്കും അത്ര ഫെമിലിയർ അല്ല വെൻ യു കമ്പയർ ടു ഓങ്കോളജി അല്ലേ? ഓങ്കോളജിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരുപാട് എല്ലാവർക്കും അറിയാവുന്ന ഒരു ടെർമിനോളജിയാണ്. അപ്പോൾ ഈ ഹെമറ്റോളജിയുടെ പിന്നെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ വാട്ട് ഇസ് ഹെമറ്റോളജി, എങ്ങനെയാണ് ഒരു സാധാരണ മനുഷ്യന് മനസ്സിലാക്കാവുന്ന രീതിയിൽ ഡോക്ടർ പറയാൻ പറ്റുക? എന്താണ് ഹെമറ്റോളജി? അല്ലെങ്കിൽ ഒരു ഹെമറ്റോളജിസ്റ്റിനെ എപ്പോഴാണ് ഒരു പേഷ്യന്റ് കൺസൾട്ട് ചെയ്യേണ്ട സിറ്റുവേഷൻ വരിക? സോ ഇത് ഞാനും പലപ്പോഴും എൻ്റെ അടുത്ത് തന്നെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, എന്തുകൊണ്ടാണ് ഹെമറ്റോളജി അധികം പേർക്ക് അറിയാത്തത് എന്നുള്ളത്. ഞാൻ ഏത് പാസ്സായി കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ ഇങ്ങനെ നമ്മൾ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയൊക്കെ കാണുമ്പോൾ ഇപ്പം എന്താ ചെയ്യണത്, അപ്പോൾ ഞാൻ ഹെമറ്റോളജിസ്റ്റ് ആണെന്ന് പറയുമ്പോൾ
പലരും എൻ്റെ അടുത്ത് നോ ഒഫൻസ് ഡെർമറ്റോളജിസ്റ്റ് ആണോ എങ്ങനെ ചോദിക്കുമായിരുന്നു. അങ്ങനെ എന്ന് വെച്ചാൽ ആർക്കും അറിയില്ല, അപ്പോൾ അവർക്ക് അറിയാവുന്ന ഇതായിരുന്നു അത്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഈ ഹെമറ്റോളജി പ്രോഗ്രാം, അതായത് നമ്മൾ ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ടെങ്കിലല്ലേ ഡോക്ടേഴ്സ് വരുള്ളൂ. അപ്പോൾ ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ടായിരുന്നില്ല പണ്ട്. അപ്പോൾ ട്രെയിനിങ് പ്രോഗ്രാം ഒരു 2000 കഴിഞ്ഞിട്ടാണ് ട്രെയിനിങ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ആ ഒരു പല കാർഡിയോളജി ട്രെയിനിങ് ഒക്കെ പണ്ട് മുതലേ DM പ്രോഗ്രാംസ് ഒക്കെ പണ്ട് മുതലേ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ത്യയിൽ ഹെമറ്റോളജി ട്രെയിനിങ് പ്രോഗ്രാം ഒത്തിരി ലേറ്റ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. വെല്ലൂർ മോൾഡി ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെയാണ് അത് തുടങ്ങിയത്. പിന്നെ ഇപ്പോൾ ഒത്തിരി സെൻറ്റേഴ്സിൽ ആ ട്രെയിനിങ് പ്രോഗ്രാം വന്നിട്ടുണ്ട്. കേരളത്തിലും ഒത്തിരി ഹെമറ്റോളജിസ്റ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് സാധാരണ ജനങ്ങൾക്ക് ഇപ്പോൾ അത് മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുത്തു ആൾക്കാർക്ക്. നമ്മൾ 4 പേരെ കണ്ടാലല്ലേ ഇങ്ങനെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ മിക്കപ്പോഴും നമ്മുടെ റെഫേർഡ് സ്പെഷ്യാലിറ്റിയാണ്. കാരണം ഒരു ഡയറക്റ്റ്ലി ഒരു പേഷ്യൻ്റ് ഞങ്ങളുടെ അടുത്ത് എത്തുന്നത് കുറവാണ്. ഇപ്പോൾ ചിലപ്പോൾ ഹീമോഗ്ലോബിൻ കൂടുമ്പോഴോ ഹീമോഗ്ലോബിൻ കുറയുമ്പോഴോ പ്ലേറ്റ്ലെറ്റ് കൂടുമ്പോഴോ പ്ലേറ്റ്ലെറ്റ് കുറയുമ്പോഴോ ഒക്കെ ചിലപ്പോൾ അവർ തന്നെ വരാറുണ്ട്. എങ്കിലും മിക്കപ്പോഴും ഇത് ഒരു MD ഫിസീഷ്യനോ അല്ലെങ്കിൽ ഒരു ഓങ്കോളജിസ്റ്റോ അല്ലെങ്കിൽ അങ്ങനെ പീഡിയാട്രീഷ്യനോ ആരെങ്കിലും റെഫർ ചെയ്തായിരിക്കും നമുക്ക് പേഷ്യൻ്റ് സാധാരണ വരുന്നത്. നമ്മളിപ്പോൾ ഹെമറ്റോളജിസ്റ്റിൻ്റെ ട്രെയിനിങ്ങിൽ വരുന്നത് ഒരു ഭാഗം ഓങ്കോളജി ഉണ്ട്, ഒരു ഭാഗം ഓങ്കോളജി അല്ലാത്ത ഇതുണ്ട്. അപ്പോൾ ട്രെയിനിങ്ങിൽ ഓങ്കോളജി ഭാഗം വരുന്നത് ബ്ലഡ് ക്യാൻസേഴ്സ്, ഇപ്പോൾ ലുക്കീമിയ, ലിംഫോമ, മൈലോമ, മൈലോഡിസ്പ്ലാസ്റ്റിക് സിൻഡ്രോം, മൈലോപ്രോലിഫറേറ്റീവ് സിൻഡ്രോം, പോളിസൈറ്റീമിയ എന്നൊക്കെ പറയുന്ന ഒരു വിഭാഗം, അതാണ് ഒരു ഓങ്കോളജി സൈഡ്. അപ്പോൾ അത് തന്നെ കുറേ ഉണ്ട്. പിന്നെ നോൺ ഓങ്കോളജി സൈഡ് ഉണ്ട്, ഓങ്കോളജി അല്ലാത്ത സൈഡ്. ഓങ്കോളജി അല്ലാത്ത സൈഡ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ബ്ലഡ് സംബന്ധമായിട്ടുള്ള ഇപ്പോൾ ബ്ലീഡിങ്, അനീമിയ ഉണ്ട്, പ്ലേറ്റ്ലെറ്റ് കുറയുന്ന അസുഖങ്ങളുണ്ട്. അപ്പോൾ പലരും പ്ലേറ്റ്ലെറ്റ് കുറയുമ്പോൾ ക്യാൻസർ എന്ന് പറഞ്ഞിട്ട് പേടിച്ച് വരാറുണ്ട്. പക്ഷേ നോൺ ഓങ്കോളജിക്കൽ സൈഡ് കുറേ ഉണ്ട്. ഹെമറ്റോളജിസ്റ്റ് കാണുന്നു എന്ന് വിചാരിച്ച് നമുക്കത് ക്യാൻസർ ഉണ്ടാവണമെന്നില്ല. പിന്നെ ബ്ലീഡിങ് ഡിസോർഡേഴ്സ്, ഹീമോഫീലിയ, അതുപോലെ ബ്ലീഡിങ് ഡിസോർഡേഴ്സ്, പിന്നെ ക്ലോട്ടിംഗ് ഡിസോർഡേഴ്സ്, ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്ന, പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞപ്പോൾ സ്ഫിയറോസൈറ്റോസിസ്, ഹെറിഡിറ്ററി, അത് റെഡ് സെൽ ഡിസോർഡേഴ്സ്, വൈറ്റ് സെൽ ഡിസോർഡർ. ഈ രക്തകോശങ്ങൾക്ക് വരുന്ന, രക്തകോശങ്ങൾക്കും രക്തത്തിലെ പ്രോട്ടീനുകൾക്കും ഒക്കെ വരുന്ന പല ഡിസീസുകൾക്ക് നമ്മൾ ഹെമറ്റോളജിസ്റ്റാണ് ചെയ്യുന്നത്. ഇത് കൂടാതെ ഇപ്പോൾ ഹെമറ്റോളജി ട്രെയിനിങ്ങിൽ ഇന്ത്യയിൽ ഉള്ള ട്രെയിനിങ്ങിൽ മിക്ക സ്ഥലങ്ങളിലും ബോൺ മാരോ ട്രാൻസ്പ്ലാന്റും സെല്ലുലാർ തെറാപ്പിയൊക്കെ ഇപ്പോൾ ട്രെയിനിങ്ങിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ ട്രീറ്റ്മെൻ്റ് ഒക്കെ ആവശ്യം വരുമ്പോഴൊക്കെ ആൾക്കാർ ഹെമറ്റോളജിസ്റ്റിനെയാണ് റെഫർ ചെയ്യാറുള്ളത്. ഓങ്കോളജി സൈഡ് എല്ലാവർക്കും ഇപ്പം വളരെ വറീഡ് ആയിട്ടുള്ള ഒരു ഫിയർഫുൾ ആയിട്ടുള്ള കുറേ മിത്തും കുറേ മിസ്കൺസെപ്ഷനും ഒക്കെ ഉള്ള ഒരു ഏരിയ ആണത് അല്ലേ, വളരെ ത്രെട്ടും. എനിക്ക് തോന്നുന്നു ആൾക്കാർക്ക് ഇപ്പോഴും ഒരു ക്യാൻസർ എന്ന് പറഞ്ഞാൽ മോർട്ടാലിറ്റി ആയിട്ടാണ് അസോസിയേറ്റ് ചെയ്യണത്. പക്ഷേ ലോട്ട്സ് ഓഫ് സർവൈവേഴ്സ് ആർ ഹിയർ. അപ്പം കുറേ മിസ്കൺസെപ്ഷൻ ഉണ്ട്, അഡ്വാൻസ്മെൻ്റ് ഉണ്ട് ഇപ്പോഴത്തെ ട്രീറ്റ്മെൻറ്റിലും കാര്യങ്ങളിലും ഒക്കെ. അപ്പം ഡിഫറെൻറ്റ് ഇപ്പോൾ തന്നെ ഡോക്ടർ കുറേ പേരുകൾ റെഫർ ചെയ്തു, ലുക്കീമിയ, ലിംഫോമ, മൈലോമ അല്ലേ. അപ്പോൾ ഇത് ഡിഫറെൻറ്റ് കാറ്റഗറീസ് ആണ് അല്ലേ. ഇതെല്ലാം ഓങ്കോളജിയിൽ വരുന്നതാണ്. ഇതെല്ലാം ബ്ലഡ് ക്യാൻസർ എന്ന് ഇപ്പോൾ നമ്മൾ രക്താർബുദം എന്ന് പറയുകയാണെങ്കിൽ ഇതെല്ലാം അതിനകത്ത് വരുന്നതാണ്. അപ്പോൾ ഇതിനോട് ഒരു ഡിസീസ് അല്ല ഇത്. പല അപ്പോൾ രക്താർബുദത്തിന്റെ ചികിത്സ എന്താ ഡോക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടു നമ്മൾ ഇത് കുറേ പറയണം. അപ്പോൾ ഇതിനകത്ത് രക്താർബുദം എന്താ നിങ്ങൾ ചോദിച്ചാൽ ഉദ്ദേശിക്കണേന്ന് നമ്മൾ ചോദിക്കേണ്ടി വരും. കാരണം രക്താർബുദം തന്നെ പല കാറ്റഗറിയാണ്, പലർക്കും പലതിനും പല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് പോലും പല ഔട്ട്കമ്മും ആണ്. പറഞ്ഞ പോലെ എല്ലാം ക്യാൻസർ ഈസ് ഈക്വൽ ടു ഡെത്ത് എന്ന് ഇക്വേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രിലിമിനറി ഡയഗ്നോസിസ് എങ്ങനെയാണ് ഉണ്ടാവുക? നമ്മുടെ ഇപ്പം നാട്ടില് ഫോറിൻ കൺട്രീസിനെയൊക്കെ വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു പ്രവണത ഇല്ല. അതായത് ഒരു റുട്ടീൻ ചെക്കപ്പ്, മെഡിക്കൽ ചെക്കപ്പ് അല്ലെങ്കിൽ ഒരു ബ്ലഡ് ചെക്കപ്പ് ഒന്നും അങ്ങനെ പറയുന്നില്ല. പുറത്തൊക്കെ ആണെങ്കിൽ ഇയർലി ഒരു ഇൻഷുറൻസ് റിന്യൂ ആണെങ്കിലും നമ്മളിത് ചെക്കപ്പ് ചെയ്യേണ്ടി വരും. ഇവിടെ ചിലരോടൊക്കെ നമ്മൾ വെറുതെ ഇപ്പം ഞങ്ങൾക്കൊക്കെ ഒരു നാച്ചുറലി ജിമ്മും യോഗയൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. ഞങ്ങളൊരു ഫ്രണ്ട്സ് ഗ്യാങ് ഉണ്ട്. അപ്പം നമുക്കൊരു 10 വർഷമായിട്ട് ഇപ്പോൾ എവറി 6 monthsലൊരു ബ്ലഡ് ചെക്കപ്പ് ചെയ്യണ പ്രവണതയുണ്ട്. എൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ ഡോക്ടറോട് പറയാം. ഇത് പറയുമ്പോൾ തന്നെ എൻ്റെ വീട്ടിലും നമ്മുടെ ചുറ്റുമുള്ളവർക്കൊക്കെ ഒരു പരിഹാസമാണ്, ഈ ബ്ലഡ് എന്തിനാ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുപോയി കൊടുക്കണമെന്ന്. അങ്ങനെ കൊടുക്കണം തന്നെ തെറ്റാ, ഇല്ലാത്ത അസുഖങ്ങൾ വരും എന്നൊക്കെ പറയും. സോ ഹൗ ഓഫൺ യു ഷുഡ് ഡു എ ബ്ലഡ് ചെക്കപ്പ്? കാര്യം
അല്ലാതെ എങ്ങനെയാണ് നമ്മൾ ഈ ബ്ലഡിലെ ഈ പറയുന്ന ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്യാൻസേഴ്സ് നമ്മളെ എഫക്റ്റ് ചെയ്യുന്നുണ്ടോ, എഫക്റ്റ് ചെയ്തിട്ടുണ്ടോ, സൈലൻ്റ്ലി അറ്റാക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ എങ്ങനെയാണ് അറിയണേ? അതിനൊരു പീരീഡ് ഉണ്ടോ? ഇത്ര പീരീഡിൽ നമ്മൾ ചെക്കപ്പ് ചെയ്യുന്നത് ബെസ്റ്റ് ആയിരിക്കും, ബീങ് എ ഹെമറ്റോളജിസ്റ്റ്? ഇത് വളരെ നല്ലൊരു ചോദ്യമാണത്. ഇതിൻ്റെ ഉത്തരം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പല ക്യാൻസറിനും, അതിപ്പോൾ നമ്മൾ ഓങ്കോളജി ഫീൽഡിൽ പല ക്യാൻസറിനും സ്ക്രീനിങ് പ്രോഗ്രാംസ് ഉണ്ട്. ഇപ്പം നമ്മൾ കേട്ട് കാണുമല്ലോ ക്യാൻസർ സ്ക്രീനിങ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പം ബ്രസ്റ്റ് ക്യാൻസറിന്, സെർവൈക്കൽ ക്യാൻസറിന്, അങ്ങനെ പല പാപ്സ്മിയർ എടുക്കും, ബ്രസ്റ്റ് ക്യാൻസറിന് മാമോഗ്രാം ചെയ്യുന്ന, ക്യാൻസർ ഓർഗൻ ഡയറക്റ്റഡ് ആയിട്ടുള്ള പല ക്യാൻസേഴ്സിനും സ്ക്രീനിങ് പ്രോഗ്രാം, ചില കൊളോൺ ക്യാൻസറിന് സ്ക്രീനിങ് ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ബ്ലഡ് ക്യാൻസറിൻ്റെ ഒരു ഇതിൽ സ്ക്രീനിങ് ഒരു റെക്കമെൻഡേഷൻ ആയിട്ട് ഇതുവരെ വന്നിട്ടില്ല. അതിന് പല കാരണങ്ങളുണ്ട്. സ്ക്രീനിങ് പലപ്പോഴും അതിനകത്ത് ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു അക്യൂട്ട് ലുക്കീമിയ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വരുന്ന അസുഖമാണ്. നമ്മൾ സ്ക്രീൻ ചെയ്താൽ ഇപ്പം വളരെ ഒക്കേഷണലായിട്ട്, ഇപ്പോൾ റീസെൻ്റ്ലി വി ഹാഡ് എ പേഷ്യൻ്റ് ഒരു ജസ്റ്റ് സ്ക്രീനിങ്ങിൽ അക്യൂട്ട് ലുക്കീമിയ ഡിറ്റക്ട് ചെയ്യും. ദാറ്റ് ഈസ് വൺ ഓഫ് കേസ്. നമ്മളൊരു കമ്മ്യൂണിറ്റിയുടെ അടുത്ത് മുഴുവനും സ്ക്രീൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് പിക്കപ്പ് ചെയ്യാനുള്ള റേറ്റ് വളരെ കുറവായിരിക്കും. അതൊരു എഫക്റ്റീവ്, അപ്പോൾ നമ്മൾ അത്രയും എമൗണ്ട് അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നു എല്ലാവരും, അപ്പോൾ അതിന് ഒരു എഫക്റ്റീവ് സ്ക്രീനിങ് സ്ട്രാറ്റജി ആയിട്ട് അത് കരുതുന്നില്ല ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് അക്യൂട്ട് ലുക്കീമിയ കണ്ടുപിടിക്കാനായിട്ട്. എന്നാൽ തന്നെയും പലപ്പോഴും ഞാൻ വേറൊരു എക്സാമ്പിളുണ്ട്. അപ്പോൾ ചിലപ്പോൾ ക്രോണിക് ലുക്കീമിയാസ് ഉണ്ട്, ക്രോണിക് മൈലോയിഡ് ലുക്കീമിയ, ക്രോണിക് ലിംഫോസൈറ്റിക് ലുക്കീമിയ എന്നൊക്കെ പറയും. ഇതൊക്കെ പലപ്പോഴും ഈ വർഷത്തിലൊരിക്കൽ പലരും ഇപ്പോൾ ഒരു ചെക്കപ്പ് ചെയ്യുന്നതിന് ആവുമ്പോഴായിരിക്കും പിക്കപ്പ് ചെയ്യുന്നത്. അങ്ങനെ പലപ്പോഴും കേരളത്തിൽ ഞാൻ ആ ഒരു ട്രെൻഡ് കണ്ടിട്ടുണ്ട്. അപ്പം പണ്ട് നമ്മുടെ ഒരു കേരളത്തിലെ ചീഫ് സെക്രട്ടറി ഒരു സാറ് പറഞ്ഞൊരു വാക്ക് എനിക്ക് ഓർമ്മയുണ്ട്. കേരളത്തിലെ ജനങ്ങൾ ഹെൽത്ത് സീക്കിംഗ് പീപ്പിളാണ്, ഹെൽത്ത് സീക്കിംഗ് ആണ് എന്ന് വെച്ചാൽ ഹെൽത്ത് അന്വേഷിച്ച് പോകുന്ന ആൾക്കാർ. അതായത് നമ്മൾ പക്ഷേ കേരളത്തിന് വെളിയിൽ ട്രെയിൻ ചെയ്ത ഒരാളെന്നുള്ള നിലയ്ക്ക് ഞാൻ എപ്പോഴും ആ ഡിഫറൻസ് കേരളത്തിൽ കണ്ടിട്ടുണ്ട്. ഈ സ്ക്രീനിങ് ടെസ്റ്റ് പലപ്പോഴും പേഷ്യൻസ് തന്നെ ചെയ്യുന്നത്, ആരും പറഞ്ഞിട്ടല്ല അവർ ചെയ്യുന്നത്. അവർ ഒരു ബ്ലഡ് ചെക്കപ്പ് ചെയ്യുന്നു, അതിൻ്റെ ഉള്ളിൽ കൊളസ്ട്രോൾ നോക്കുന്നു, അവർ അതിൻ്റെ കൂടെ ഷുഗർ നോക്കും. അവയർനെസ് വളരെ ഹൈ ആണ്. കൊളസ്ട്രോൾ റീസെൻറ്റ് ഞാൻ തമിഴ്നാട്ടിലായിരുന്നു ഐ മീൻ ട്രെയിൻ ചെയ്ത്, അവിടത്തെ വെച്ച് ഇവിടെ വന്ന് നോക്കുമ്പോൾ ഹ്യൂജ് ഡിഫറൻസ്, ഭയങ്കര ഡിഫറൻസ്. അത് പല ഇപ്പോൾ ക്രോണിക് ലുക്കീമിയാസും ഏർലി ഡിറ്റക്ഷൻ വരുന്നത് ഇങ്ങനെയാണ്. പക്ഷേ ഇതിന് ഞാനിപ്പോൾ റെക്കമെൻഡേഷനൊന്നുമില്ല, ഇങ്ങനെ ചെയ്ത് ഡിറ്റക്ട് ചെയ്യാനായിട്ടൊന്നുമില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു സൊസൈറ്റി ആസ് വി ഡെവലപ്മെൻറ്റോ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ ചെയ്യുന്നു, അങ്ങനെ ഏർലി ഡിറ്റക്ട് ചെയ്താൽ വെദർ ദർ ഈസ് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ടാവുമായിരിക്കും. കുറച്ച് കാര്യങ്ങൾ നമുക്ക്, കാരണം പലപ്പോഴും നമ്മൾ ഒരു ICUയിൽ വെച്ച് ഡയഗ്നോസ് ചെയ്യണതും OPയിൽ വെച്ച് ഡയഗ്നോസ് ചെയ്യുന്ന തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ നമുക്ക്. അതെ, പക്ഷേ ഒരു നിശ്ചിത അളവിൽ സ്ക്രീൻ ചെയ്യണം എന്നുള്ളത് പറയാറില്ല. പക്ഷേ ഒരു എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ, വർഷത്തിലൊരിക്കൽ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നതിൽ, എസ്പെഷ്യലി ആസ് വി ഏജ്, it will be good to do some blood test, not as a recommendation but maybe for me I would do that. അങ്ങനെ. പിന്നെ അതർ ഡിസീസസ് ഉണ്ട്. ഇപ്പം ഇത് ലുക്കീമിയയുടെ കാര്യം പറഞ്ഞു. ലിംഫോമ കുറച്ചുകൂടി ഡിഫിക്കൽട്ടാണ്. നമുക്ക് സ്ക്രീനിങ്ങിൽ സ്ട്രാറ്റജൈസ് ചെയ്യാൻ വലിയ പാടാണ്. ബ്ലഡ് ടെസ്റ്റ് നോർമൽ ആണെങ്കിലും ചിലപ്പോൾ ലിംഫോമ ഉണ്ടാവാം. മൈലോമ പറഞ്ഞല്ലോ, മൈലോമയിൽ പ്രോട്ടീൻ എലവേഷൻ വരുന്നതാണ്. അത് യൂഷ്വലി ഏജ് കുറച്ച് അഡ്വാൻസ് ചെയ്യുമ്പോഴാണ് വരുന്നത്. അത് പ്രിക്കഴ്സർ ഡിസീസ് ഉണ്ടാവുമെന്ന് എപ്പോഴും പറയണം. മൈലോമ ഇസ് ഓൾവേസ് അതിന് മുമ്പ് ഒരു അസുഖം ഉണ്ടാകും. ഞാനിപ്പോൾ ഒരു പേഷ്യൻ്റ് അടുത്ത് സംസാരിച്ചിട്ട് വന്നത്, അവരെങ്ങനെ ഇത് എത്ര നാളായിട്ട് ഞാൻ ഉണ്ടായിരുന്നു ഡോക്ടർ, എനിക്കറിയില്ല, 2 വർഷമായിട്ട് ഞാൻ എപ്പോഴും ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ എങ്ങനെ മിസ്സായി എന്നുവെച്ചാൽ ടെസ്റ്റ് ചെയ്യണത്. അപ്പോൾ അതിൽ ടെസ്റ്റ് ചെയ്യണത് നമ്മൾ റെഗുലർ ടെസ്റ്റ് ചെയ്താൽ ചിലപ്പോൾ മൈലോമ കിട്ടില്ല. കാരണം മൈലോമയ്ക്ക് ഒരു പ്രോട്ടീൻ, അബ്നോർമൽ പ്രോട്ടീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, മോണോക്ലോണൽ പ്രോട്ടീൻ. ഈ പ്രോട്ടീൻ ടെസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ പ്രോട്ടീൻ നമ്മുടെ അടുത്തുണ്ടോ എന്ന് അറിയാൻ പറ്റുള്ളൂ. അത് പ്രോട്ടീൻ എല്ലാവർക്കും കൂടി ടെസ്റ്റ് ചെയ്തിട്ടും കാര്യമില്ല. അപ്പോൾ ചില വെസ്റ്റേൺ കൺട്രീസിലും കുറച്ച് ഇന്ത്യൻ സ്റ്റഡീസൊക്കെ ഉണ്ട്. ഒരു പോപ്പുലേഷൻ എടുത്തിട്ട് 50 വയസ്സിന് മുകളിൽ 60 വയസ്സിനുള്ള മുകളിലുള്ള ആൾക്കാർക്ക് ഇത് നോക്കിക്കഴിഞ്ഞാൽ 5% ആൾക്കാർക്കോ ഒക്കെ ഈ പ്രോട്ടീൻ ഉണ്ടാവാം എന്നുള്ളത്. പക്ഷേ അതിൽ കൺവേർഷൻ ടു മൈലോമ വളരെ ചെറിയ റേറ്റാണ്. പ്രോട്ടീൻ ഉണ്ടെങ്കിൽ 1% ആൾക്കാർക്ക് ഒരു വർഷം 1% ആൾക്കാരെ കൺവേർട്ട് ചെയ്യുള്ളൂ. MGUS എന്ന് പറഞ്ഞ കണ്ടീഷനിൽ നിന്ന് അവർ 20 വർഷം നോക്കിക്കഴിഞ്ഞാൽ 100 പേരുണ്ടെങ്കിൽ 20 വർഷം കൊണ്ട് 20 പേർക്ക് കൺവേർട്ട് ആവും. അത് ആ റേഷ്യോയിലാണ് അത് പോകുന്നത്. അപ്പം അത് 100 പേരെ പരിശോധിച്ച് കഴിഞ്ഞാൽ 100 പേരെ പരിശോധിച്ചാൽ അപ്പം 5 പേരെ ആയിരിക്കും ഇത് കിട്ടണം. ആ 5 പേരിൽ ആ 5ൻ്റെ നമ്പർ 100 ആയിക്കഴിഞ്ഞാൽ
ആ. അതിൽ 20 വർഷം കൊണ്ട് 20 പേർക്ക് കൺവേർഷൻ വരും, അത്രേ ഉള്ളൂ. അപ്പോൾ അത് വളരെ ചെറിയൊരു ഇതായതുകൊണ്ട് അതും ലാർജ് സ്കെയിലിൽ അങ്ങനെ ചെയ്യാറില്ല. മേ ബി പേഷ്യൻ്റ് ടു പേഷ്യൻ്റ് ബേസിസിൽ ചിലപ്പോൾ അതൊക്കെ ഇപ്പോൾ പഠന വിഷയങ്ങളാണ്. അപ്പോൾ അതൊന്നും എന്താ പറയുക റെക്കമെൻഡേഷൻ ആയിട്ടില്ല. പക്ഷെ ഒരുപക്ഷെ നാളെ റെക്കമെൻഡേഷൻ വരുമായിരിക്കാം. പക്ഷേ ആസ് വി സ്പീക്ക് അതൊന്നും റെക്കമെൻഡേഷൻ ആയിട്ടില്ല സ്ക്രീനിങ്. അപ്പോൾ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇന്ന് ലിംഫോമ ഒരു കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷൻ ആണ്. ലിംഫോമ ഒരു എന്താ പറയുക, ലിംഫോം പലതരത്തിലുണ്ട്. ഹോജ്കിൻസ്, നോൺ ഹോജ്കിൻസ്, ഹൈ ഗ്രേഡ്, ലോ ഗ്രേഡ് എന്നൊക്കെ പറഞ്ഞ പല ഇതുണ്ട്. അത് മാത്രമല്ല ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കിട്ടണമെന്നില്ല. അതൊരു മാസ് ആയിട്ട് വരും, ലിംഫ് നോഡ് ആയിട്ടല്ലേ. ലിംഫ് നോഡ്സ്. അപ്പോൾ അപ്പോഴാണ് ഈ കടലകൾ പോലെ പെയിൻലെസ് ആയിട്ട്. പിന്നെ ചിലപ്പോൾ വെയിറ്റ് ലോസ് ആയിട്ട് വരും. ഈ ഒരു കാരണമില്ലാതെ വെയിറ്റ് ലോസ് വന്നാൽ ചിലപ്പോൾ ലിംഫോമ, അല്ലെങ്കിൽ ഒരു കാരണമില്ലാതെ നമുക്ക് ഒരു മാസം പനിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ ലിംഫോമ ഒരു പോസിബിലിറ്റിയാണ്. രാത്രി നല്ല തണുപ്പത്തൊക്കെ നല്ലോണം വേർക്കുന്നു സ്ഥിരമായിട്ട്, അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതൊക്കെ കുറച്ച് വാർണിംഗ് സൈൻസ് ആണ്. ഓക്കെ. പക്ഷേ ഇപ്പം എനിക്കറിയാവുന്ന കുറച്ച് കേസസ് ഉണ്ട്, ലിംഫോമ 4th സ്റ്റേജിലാണെന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ നിന്ന് ക്യൂർഡായി വളരെ നോർമൽ ലൈഫിലേക്ക് വരുന്ന കുറച്ച് എനിക്കറിയാവുന്ന കുറച്ച് ഫ്രണ്ട്സും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ 4th സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു ഈ പറഞ്ഞ പോലത്തെ ഒരു ആളുകളുടെ ഇടയിൽ ഒരു 4th സ്റ്റേജാണ്, രക്ഷയില്ല, അങ്ങനത്തെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ്. അങ്ങനെ ഒരു സ്റ്റേജസിന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഡോക്ടർ? ഞാൻ ജസ്റ്റ് വെരി ഇന്റലിജന്റ് ക്വസ്റ്റ്യൻ. കാരണം എന്താ വെച്ചാൽ ഇത് ഞങ്ങൾ സ്ഥിരം ഫേസ് ചെയ്യുന്ന കാര്യമാണ്. ഈ 4th എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കും സ്റ്റേജ് എന്താണെന്ന് ചോദിക്കും. ഇപ്പം ഞാൻ ലുക്കീമിയ ആണെന്ന് പറഞ്ഞാൽ പോലും ആൾക്കാർ ആദ്യം ചോദിക്കുന്നത് ലുക്കീമിയയുടെ സ്റ്റേജ് എന്താണ്. അപ്പം നമ്മൾ ലുക്കീമിയക്ക് സ്റ്റേജ് പറയാൻ പറ്റില്ല. കാരണം ലുക്കീമിയയിൽ ബ്ലഡ് ക്യാൻസറിൽ ബ്ലഡിൽ ഇതുണ്ട്. പിന്നെ ഇപ്പം നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ബ്രസ്റ്റ് ക്യാൻസറോ അല്ലെങ്കിൽ ലങ് ക്യാൻസറോ പറഞ്ഞു, ലങ്ങിൻ്റെ ഉള്ളിൽ നിൽക്കുന്നത് ഏർലി സ്റ്റേജ്, ലങ്ങിന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ലേറ്റ് സ്റ്റേജ് എന്ന് പറയും. കാരണം എന്താ, ഇത് ഓപ്പറേറ്റ് ചെയ്ത് കളയാൻ പറ്റുമോ, എടുത്ത് മാറ്റി കളയാൻ പറ്റുമോ എന്നുള്ളതാണ് ഏർലി സ്റ്റേജ്. ലുക്കീമിയനെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്ത് കളയാൻ പറ്റില്ല എന്തായാലും. അപ്പോൾ അതിൽ സ്റ്റേജ് പറയണതിൽ യാതൊരു അർത്ഥമില്ല. കാരണം അതിന് വേറെ രീതിയിലാണ് അതിന്. ഇപ്പം ഏത് ടൈപ്പാണ്, മൈലോയിഡ് ആണോ, ലിംഫോയിഡ്, അതിന് അഗ്രസീവ് ആണോ, അക്യൂട്ട് ആണോ, ക്രോണിക് ആണോ. അപ്പോൾ ക്രോണിക് ആണെങ്കിൽ അത്ര കുഴപ്പമില്ല, അക്യൂട്ട് ആണെങ്കിൽ കൂടുതൽ കുഴപ്പം. ഇങ്ങനെയൊക്കെ വേറൊരു രീതിയിൽ ഈ സ്റ്റേജ് വെച്ച് മാത്രമല്ല ബ്ലഡ് ക്യാൻസർ, അൺലൈക്ക് ഈ സോളിഡ് ക്യാൻസറുമായിട്ട് നോക്കുമ്പോൾ ഈ സ്റ്റേജ് വെച്ചിട്ടല്ല ഇതിന്റെ ഒരു ഔട്ട്കം തീരുമാനിക്കുന്നത്. ഇപ്പം ലിംഫോമ ആണെങ്കിൽ തന്നെ ഒരു ലിംഫ് നോഡ് എടുത്ത് മാറ്റിക്കളയും. ലിംഫ് നോഡ് എല്ലായിടത്തും ഉണ്ട് ശരീരത്തിന്. അപ്പൊ ലങ് ആണെങ്കിൽ ലങ് ഇവിടെയാണ് ഇരിക്കണം അനാറ്റമിക്കലി, അല്ലെങ്കിൽ ഓരോ ഓർഗൻ ഉണ്ടല്ലോ. അപ്പൊ സോളിഡ് അവിടെ ആ ഒരു ഏരിയയിലാണ് ഇരിക്കുന്നത്. ഇതിപ്പം ബ്ലഡ് ആവുമ്പോൾ ഈ ലിംഫ് നോഡ് ആണെങ്കിൽ സെപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അതില് ട്രീറ്റ്മെന്റ് മിക്കപ്പോഴും മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആണ്. സർജിക്കൽ ട്രീറ്റ്മെന്റ് അതിനകത്ത് വളരെ കുറവാണ്, ഓൾമോസ്റ്റ് ഇല്ല എന്ന് തന്നെ പറയാം. വളരെ അപൂർവമായിട്ട് സർജിക്കൽ ട്രീറ്റ്മെന്റ്, ഒരു വളരെ ചെറിയൊരു ലിംഫോമ നമ്മൾ ഒരെണ്ണടുത്തും ബയോപ്സിക്ക് എടുത്ത് മാറ്റി അതോടുകൂടി അത് മാറി, അങ്ങനെയൊക്കെ വരുമ്പോൾ മാത്രമേ നമ്മൾ ചിലപ്പോൾ അത് സർജിക്കൽ ട്രീറ്റ്മെന്റ്, അല്ലെങ്കിൽ മിക്കപ്പോഴും ഇത് മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആണ് റൂള്. അപ്പോൾ ഈ മെഡിക്കൽ ട്രീറ്റ്മെന്റിൽ പല ഫാക്ടേഴ്സ് ഉണ്ട് അത് സക്സസ് ആവാനുള്ള. അത് ലോ ഗ്രേഡ് ആണോ, ഹൈ ഗ്രേഡ് സ്റ്റേജ്. ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഈ ലിംഫോമയുടെ പറഞ്ഞില്ലേ, ഇപ്പോൾ പലപ്പോഴും ലോ ഗ്രേഡ് ലിംഫോമ മിക്കപ്പോഴും നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ സ്റ്റേജ് 3 സ്റ്റേജ് 4 ഒക്കെ ആയിരിക്കാം. പക്ഷേ ഈ സ്റ്റേജ് 3 സ്റ്റേജ് 4 ഉള്ള ആൾക്കാർ ഈ ലോ ഗ്രേഡ് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് നന്നായിട്ട് പോയി അവർ വർഷങ്ങളോളം ജീവിക്കുന്ന ആൾക്കാരുണ്ട്. വേറെ ചിലപ്പോൾ ഒരു ഹൈ ഗ്രേഡ് ഏർലി സ്റ്റേജ് ആണെങ്കിലും അത് വീണ്ടും വന്ന് ദാറ്റ് മേ കോസ് ഈവൻ വേഴ്സ്. അപ്പോൾ ലോ ഗ്രേഡ്, ഇപ്പോൾ എനിക്കൊരു ഹൈ ഗ്രേഡ് പേഷ്യൻ്റ് ഇപ്പോൾ ഉണ്ട്, നമ്മളൊരു CAR-T സെൽ തെറാപ്പിക്ക് വേണ്ടി പ്ലാൻ ചെയ്യുന്നു. ആളുടെ സ്റ്റേജ് നോക്കുകയാണെങ്കിൽ സ്റ്റേജ് 2 ആണ്. പക്ഷേ ആളുടെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് അത് റെസ്പോണ്ട് ആവണില്ല. 3 പ്രാവശ്യം തിരിച്ചു വന്നു അസുഖം. 3ാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ അത് സ്റ്റേജ് അലോൺ ഡസൻ മാറ്റർ. ആ കോണ്ടെക്സ്റ്റിൽ ഒരു കാര്യമാണ്, സ്റ്റേജ് മാറ്റർ ചെയ്യണില്ല എന്നല്ല, ബട്ട് സ്റ്റേജ് അലോൺ ഡസൻ മാറ്റർ. മറ്റു പല ഫാക്ടേഴ്സ് 2 രീതിയിലുണ്ട്. അഡ്വാൻസ്ഡ് സ്റ്റേജ് 4 വന്ന് നല്ലതായിട്ട് പോകുന്ന ആൾക്കാരുണ്ടാവും, ഏർലി സ്റ്റേജ് വന്ന് മോശമായിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ സ്റ്റേജ് വെച്ച് മാത്രം നമുക്ക് തീരുമാനിക്കാൻ. ബ്ലഡ് ക്യാൻസറിൽ പറ്റില്ല. സോൾ ക്യാൻസർ ഇറ്റ് മേ ബി എ ഡിഫറെന്റ് സ്റ്റോറി. ഇപ്പോൾ പറഞ്ഞപ്പോഴാണ് ഈ CAR-T സെൽ തെറാപ്പി, ഞാനിപ്പം ഹോസ്പിറ്റലിലേക്ക് വന്നപ്പോഴും അവിടെ ഈ CAR-T സെൽ തെറാപ്പിയുടെ ഒരു ഇത് കണ്ടു. അപ്പോൾ എന്താണ്, വാട്ട് ഈസ് ദിസ് CAR-T സെൽ തെറാപ്പി? ഡോക്ടറാണത് ഹെഡ് ചെയ്യണത്, ഇവിടെ എനിക്കറിയാം ഡോക്ടറുടെ അണ്ടറിലാണ്. ഇല്ല, അത് CAR-T സെൽ തെറാപ്പി ഒരു പുതിയ ട്രീറ്റ്മെൻ്റ് ആണ്. എനിക്ക് തോന്നുന്നു ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ട് ഞാൻ പറയാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇപ്പോൾ ക്യാൻസറിന് ഇപ്പോൾ അറിയാലോ, പണ്ടത്തെ ട്രീറ്റ്മെൻറ്റിന് നമ്മൾ പറയണത് കാർപ്പറ്റ് ബോംബിംഗ് എന്നാണ്. കാർപ്പറ്റ് ബോംബിംഗ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വേൾഡ് വാറിൽ ഇങ്ങനെ ഒരു മിലിറ്ററി ടാർഗറ്റ് ഡിസ്ട്രോയ് ചെയ്യണമെങ്കിൽ അവരൊരു കുറേ ഫ്ലൈറ്റ് വിട്ടിട്ട് അത് മൊത്തം ഏരിയ നശിപ്പിച്ച് കളയും. അതാണ് കാർപ്പറ്റ് ബോംബിംഗ്, ഫുൾ അങ്ങ് ബോംബ് ചെയ്ത് കളയാം.
അപ്പോൾ നമ്മുടെ പഴയ കീമോതെറാപ്പി കാർപ്പറ്റ് ബോംബിംഗ് എന്നാണ് പറയുന്നത്. നമ്മൾ ഒരു നല്ല സെൽസും പോകും അങ്ങനെ അല്ലേ? എലിയെ കൊല്ലാൻ ഇല്ലം ചുടണം എന്ന് പറയണ പോലെയാണ് പഴയ കീമോതെറാപ്പിയുടെ. അത് ഇങ്ങനെ റിഫൈൻ ചെയ്ത് നമ്മൾ അതിന് ടാർഗറ്റ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് പുതിയ ട്രീറ്റ്മെൻറ്റുകളിലുള്ളത്. അപ്പോൾ പുതിയ പല ആൻറ്റി ക്യാൻസർ ട്രീറ്റ്മെൻറ്റ്സും ടാർഗറ്റഡ് ആയിട്ടാണ് വരുന്നത്. അത് മാത്രമല്ല, ഇപ്പോൾ ഇമ്മ്യൂണിറ്റി, നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂൺ സെൽസ് നമ്മുടെ ശരീരത്തിന് ഇതിന് എതിരെയുള്ള സെൽസ്, അതായത് ക്യാൻസറിനെ ഫൈറ്റ് ചെയ്യാനുള്ള സെൽസ്, അതിനെ ഉപയോഗിച്ച് ക്യാൻസറിനെ ഫൈറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് പുതിയൊരു കൺസെപ്റ്റ്. നമ്മുടെ ശരീരത്തിൽ ലിംഫോസൈറ്റ്സ്, നമ്മൾ ലിംഫോമ ഉണ്ടാക്കുന്ന ലിംഫോസൈറ്റ്സ് ആണ്. പക്ഷേ ലിംഫോസൈറ്റ്സിനെ കുറേ ബോഡീനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള കഴിവുള്ള ഫൈറ്റർ സെൽസ് ആണ്, നമ്മുടെ പടയാളികളാണ്. അപ്പോൾ അതിൽ ടി ലിംഫോസൈറ്റ്സ് എന്ന് പറയുന്ന സെൽസ് ഉണ്ട്. അപ്പോൾ ടി ലിംഫോസൈറ്റ്സ് പറഞ്ഞാൽ ക്യാൻസർ സെൽസിനെയും വൈറസിനെയൊക്കെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനാണ് അതിൻ്റെ ജോലി. പക്ഷേ ക്യാൻസർ സെൽസ് വന്നു കഴിഞ്ഞാൽ ക്യാൻസർ സെൽസിന് ഒരു പ്രശ്നമുണ്ട്. ക്യാൻസർ സെൽസ് ഇതിനെ റിപ്പൽ ചെയ്ത് കളയും, ഇതിനെ അടുപ്പിക്കില്ല. അതിൻ്റെ ഒരു എൻവയോൺമെന്റിൽ അത് ഇതിനെ ഡോമിനേറ്റ് ഇതിനെ എന്താ പറയുക, ഇൻഎഫക്റ്റീവ് ആക്കി കളയും. അപ്പോൾ ഇതിലിപ്പോൾ കാർട്ടി സെൽ തെറാപ്പി ഇത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ, പേഷ്യൻറ്റിൻ്റെ ശരീരത്തിൽ തന്നെ ലിംഫോസൈറ്റിനെ എടുക്കുന്നു. അത് നമ്മൾ ഈ എഫെറസിസ് എന്ന് പറഞ്ഞ ഒരു ടെക്നോളജി വെച്ചിട്ട് ബ്ലഡിൽ നിന്ന് തന്നെ എടുക്കാൻ പറ്റും. ബ്ലഡിൽ നിന്ന് എടുത്തിട്ട് ഇത് ലാബിൽ കൊണ്ടുപോയിട്ട് ഇതിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഇത് ഫൈറ്റിംഗ് കപ്പാസിറ്റി, അതായത് ഈ ക്യാൻസറിനെ ഫൈറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള ആ ക്യാൻസർ സെല്ലിലേക്ക് പോയിട്ട് ഡോക്ക് ചെയ്യണമല്ലോ. ഈ ഡോക്ക് ചെയ്യാനുള്ള സാധനം ഇതിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാണ്. ഇതിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിനെ കൾച്ചർ ചെയ്ത് മൾട്ടിപ്പിൾ സെൽസ് ആക്കി, മില്യൺസ് ഓഫ് സെൽസ് ആക്കിയിട്ട് നമ്മൾ തിരിച്ച് ലാബിൽ നിന്ന് അത് ബെഡ് സൈഡിൽ കൊണ്ടുവന്നിട്ട് പേഷ്യൻറ്റിന് കൊടുക്കുക ചെയ്യും. അപ്പോൾ പേഷ്യൻറ്റിനെ കൊടുക്കുമ്പോൾ ഇത് തിരിച്ചു പോയിട്ട് ഈ ക്യാൻസർ സെല്ലിന് റൈറ്റ്, യു ഹാവ് ടു ഇമാജിൻ ദാറ്റ് ഇറ്റ് ഗോസ് ആൻഡ് ഡോക്സ് ടു ദ ക്യാൻസർ സെൽ ആൻഡ് ദെൻ ഇത് ഭയങ്കര അറ്റാക്ക് ചെയ്യുന്ന സെൽസാണ്. ഇതിനകത്ത് ഇറ്റ് വിൽ ഷൂട്ട്സ് എ ഹോൾ ഇൻസൈഡ് ദ സെൽ. അത് കഴിഞ്ഞിട്ട് ഇതിനകത്തുനിന്ന് ഒരു വിഷം സാധനമുണ്ട്, ഗ്രാൻസൈം എന്ന് പറഞ്ഞിട്ട്, പെർഫോറിൻ എന്ന് പറഞ്ഞ സാധനം വെച്ചിട്ട് ഒരു ഹോൾ ഉണ്ടാക്കി ഈ ഗ്രാൻസൈം അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് അതിനെ ഡിസ്ട്രോയ് ചെയ്യും. ഇതിൻ്റെയൊക്കെ ചില ഇമേജസ് ഉണ്ട്, നമ്മൾ ശരിക്കും 3D ഇമേജസ് ക്യാപ്ചർ ചെയ്തെടുക്കുക കണ്ടു കഴിഞ്ഞാൽ ക്യാൻസർ സെൽ അങ്ങനെ ശരിക്കും പൊട്ടി പോകുന്ന പോലെ. ഇതാണ് ഇതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ. വെരി സ്ട്രോങ് തെറാപ്പി. ബട്ട് നൗ ഇറ്റ് ഈസ് അവൈലബിൾ ഫോർ ബ്ലഡ് ക്യാൻസേഴ്സ് ഓൺലി. അപ്രൂവ്ഡ് ചില ബ്ലഡ് ക്യാൻസേഴ്സിനും, ബി സെൽ ബ്ലഡ് ക്യാൻസേഴ്സിനും അപ്രൂവ്ഡ് ആണ്. ഇന്ത്യയിൽ ഇപ്പോൾ ബി സെൽ ലുക്കീമിയയ്ക്ക്, ലിംഫോമയ്ക്ക് അത് അവൈലബിൾ ആണ്. പിന്നെ മൈലോമ എന്ന് പറയുന്ന അസുഖത്തിനും അത് വന്നുകൊണ്ടിരിക്കുന്നതാണ്. സോ ഇത് വൺ ടൈം ട്രീറ്റ്മെന്റ് ആണോ? അതോടുകൂടെ ഇത് നശിഞ്ഞു പോകുമോ? പിന്നെ ഇത് തിരിച്ചു വരാനുള്ള ചാൻസസ് ഉണ്ടോ? ഇത് ഇപ്പോൾ എനി ട്രീറ്റ്മെൻറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ. ഇപ്പോൾ ഇത് എന്ന് വെച്ചാൽ ഇത് വൺ ടൈം ട്രീറ്റ്മെൻ്റ് ആണ്. വൺ ടൈം ട്രീറ്റ്മെൻറ്റിൽ അസുഖം കംപ്ലീറ്റ്ലി മാറാനുള്ള സ്കോപ്പുള്ള ട്രീറ്റ്മെൻ്റ് ആണ്, അതിനുള്ള പവറുള്ള ട്രീറ്റ്മെൻ്റ് ആണ്. ബട്ട് അഗെയിൻ അസുഖം തിരിച്ചു വരുമോ എന്ന് ചോദിച്ചാൽ തിരിച്ചു വരാം എന്നുള്ളത് തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ കാണുന്നത് കുറേ ആൾക്കാർ ഇത് വെച്ച് ക്യൂർ ആവുന്നുണ്ട്. നോട്ട് എവരിബഡി, എല്ലാവരും ക്യൂർ ആയിട്ടില്ല. യൂഷ്വലി ഇപ്പോൾ റിലാപ്സ് ആകുമ്പോഴാണ് ഇപ്പോൾ കാർട്ടി സെല്ല് ഉപയോഗിക്കുന്നത്. പക്ഷേ എല്ലാവരും ക്യൂർ ആവാറില്ല. പക്ഷെ ഇത് വരുന്നതിന് മുമ്പ് നമ്മൾ ഓൾമോസ്റ്റ് ക്യൂർ ആവില്ല എന്ന് വിചാരിച്ചിരുന്ന പല ആൾക്കാരും ഇത് വെച്ചിട്ട് ക്യൂർ ആയിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഇത് ഇൻ ഐസൊലേഷൻ ഇത് ഉപയോഗിക്കാം. ചിലപ്പോൾ വി മേ ഹാവ് ടു യൂസ് ഇറ്റ് ഇൻ കോമ്പിനേഷൻ വിത്ത് ട്രാൻസ്പ്ലാന്റ്. ചിലപ്പോൾ ലുക്കീമിയയിൽ ഇതും ട്രാൻസ്പ്ലാന്റും ചേർന്ന് കൊടുക്കേണ്ടി വരാം. അങ്ങനെ there are different ways by which we can use it, but again that is a very value added addition to നമ്മുടെ anti cancer therapies. So at what stage you decide or you advise a patient to do this? അത് ഒരു ഏർലി സ്റ്റേജിലാണോ അല്ലെങ്കിൽ ഏത് സ്റ്റേജിലാണ് യു ഗോ വിത്ത് ദിസ് കാർട്ടി സെൽ തെറാപ്പി? അല്ലെങ്കിൽ അതൊരു അഫോർഡബിൾ അല്ലാത്തത് കൊണ്ട് ഒരുപാട് പേർക്കത് ബുദ്ധിമുട്ടാകും എന്ന് വിചാരിച്ച് അഡ്വൈസ് ചെയ്യാതിരിക്കുമോ? അല്ലെങ്കിൽ ആർ യു ഗിവിങ് ആൻ ഓപ്ഷൻ to patients to do this? മോസ്റ്റ്ലി ഇപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഒരു ഓഫ് കോഴ്സ് നമ്മൾ വി ആർ ലിവിങ് ഇൻ എ കോസ്റ്റ് കോൺഷ്യസ് എൻവയോൺമെൻറ്റ് അല്ലേ. നമ്മൾ കോസ്റ്റ് എപ്പോഴും, ഞാൻ പല ഈവൻ ചിലപ്പോൾ നമ്മുടെ പ്രൊഫഷണൽ ആവശ്യങ്ങൾക്ക് യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും ഡൽഹിയിൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് മെഡിക്കൽ സിസ്റ്റംസ് കാണാൻ ഭാഗ്യമുണ്ടായിട്ടുണ്ട്. അപ്പോൾ അഡ്വാൻസ്ഡ് മെഡിക്കൽ സിസ്റ്റംസിൽ പലപ്പോഴും എവറിത്തിങ് ഈസ് നത്തിങ് ഹാസ് ടു ബി പെയ്ഡ് ബൈ ദ patient. Everything is either under insurance or it is taken care by the
സ്റ്റേറ്റ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തിങ്സ് ആർ കോസ്റ്റ് ഈസ് ടേക്കൺ കെയർ. പക്ഷേ ഇപ്പം നമ്മുടെ നാട്ടിൽ കോസ്റ്റ് ഈസ് ഓൾവേസ് എ ഇഷ്യൂ. അപ്പോൾ ഞങ്ങൾക്ക് എപ്പോഴും ദിസ് ഈസ് എ വെരി ബേണിംഗ് സബ്ജക്റ്റ്. ഇപ്പം നമ്മൾ ഡേ ടു ഡേ നമ്മൾ ഫേസ് ചെയ്യുന്ന വലിയൊരു, ഇന്ത്യയിലെ ഡോക്ടർമാർ ഫേസ് ചെയ്യുന്ന ഡെഫിനറ്റ്ലി വലിയ പ്രോബ്ലം, ഹൗ ടു മാനേജ് ദ കോസ്റ്റ് ഓഫ് ദ ട്രീറ്റ്മെൻറ്റ്. ഇപ്പം നമ്മൾ സയൻസ് ഇസ് ഫൈൻ, ഞാനിപ്പോൾ സയൻസ് പറഞ്ഞു, വി ആർ എക്സൈറ്റഡ് അബൌട്ട് ദ സയൻസ്, ബട്ട് പ്രാക്ടിക്കലി ഇറ്റ്സ് എ വെരി എക്സ്പെൻസീവ് ട്രീറ്റ്മെൻറ്റ് ഓൾസോ. ബട്ട് എക്സ്പെൻസ് ഭയങ്കര കുറവാണ് ഇവിടെ നോക്കുമ്പോൾ. കാർട്ടിസെൽ തെറാപ്പിക്ക് കുറവെന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് ഇപ്പോൾ അമേരിക്കയിലെ കാർട്ടിസെൽ തെറാപ്പി, ഇവിടെ അമേരിക്കയിലെ ഡോക്ടേഴ്സ് പറഞ്ഞ അപ് ടു 8 crores വരാം എന്നാണ് അവർ പറയുന്നത്. 8 crore Indian rupees. അപ്പോൾ ഇന്ത്യയിൽ അത് മച്ച് ലെസ് ആണ്. ഇപ്പോൾ ചില ഒരു കമ്പനിയുടെ കാർട്ടീസ് അവൈലബിൾ 20 lakhs, ബട്ട് ഓവറോൾ കോസ്റ്റ് മേ ബി 30 or something, 30 lakhs or something. 30 lakhs കുറവാണ് അമേരിക്കയുടെ കോസ്റ്റ് ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ പോലും ഒരാൾക്ക് 30 lakhs ഉണ്ടാക്കുക വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഈസി തിങ്. സോ പലപ്പോഴും ഞങ്ങൾക്ക് ഡിസിഷൻ മേക്കിങ്ങിൽ ഇതാണ് ഇതിൻ്റെ എഫക്റ്റീവ്നെസ്സും ഇതിൻ്റെ ടോക്സിറ്റിയും ഇതിൻ്റെ ചോയ്സും ഒക്കെ പറയുമെങ്കിലും നമുക്ക് ഈ ഒരു കോസ്റ്റ് ഫാക്ടർ ഇസ് വെരി ഡിഫിക്കൽട്ട് ഇൻ ഡിസിഷൻ മേക്കിംഗ് ഫോർ അസ്. ഇപ്പം നമുക്ക് മെഡിക്കൽ ഡിസിഷൻ മേക്കിംഗ് ഈസ് ഈസിയർ. ദിസ് ഇസ് വൺ ഈസ് ടഫർ. സോ വി ഡിസ്കസ് വിത്ത് ദ പേഷ്യൻസ്. യൂഷ്വലി പേഷ്യൻസിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്യും, അവർക്ക് ഓൾട്ടർനേറ്റ് ഓപ്ഷൻസിൻ്റെയും പ്ലസ് മൈനസും ഇതിൻ്റെയും ഇതും വിത്തൗട്ട് പ്രോബ്ലംസ് അല്ല. ദർ ക്യാൻ ബി പ്രോബ്ലം. സോ ഇറ്റ് ഹാസ് ടു ബി ലൈക്ക് ഒരു ഇറ്റ്സ് എ വെരി ലോങ് കോൺവെർസേഷൻ. ഒരു വാസ്റ്റ് ഏരിയയാണ്. അപ്പോൾ പേഷ്യൻസിനെ പറഞ്ഞ് മനസ്സിലാക്കുക, അവരുടെ റിലേറ്റീവ്സിനെ പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കോൺവെർസേഷൻ ആണ്. അത് ചിലപ്പോൾ മൾട്ടിപ്പിൾ സിറ്റിങ്സിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു പ്രാവശ്യം പറഞ്ഞു, രണ്ടാമത്തെ പ്രാവശ്യം പറഞ്ഞു, മൂന്നാമത്തെ പ്രാവശ്യം. ഞാനിപ്പോൾ ചിലപ്പോൾ ചോദിക്കാറ്, നിങ്ങൾക്ക് മനസ്സിലായത് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്? ഞാൻ മനസ്സിലാക്കിയത് തന്നെ ആവുന്നില്ല ചിലപ്പോൾ പേഷ്യൻ്റ് മനസ്സിലാക്കുന്നത്. ചിലപ്പോൾ ഇറ്റ് മേ ബി ഞാൻ പറഞ്ഞു കൊടുത്തെന്ന് വിചാരിച്ച് ഒരു പ്രാവശ്യം പറഞ്ഞു കൊടുത്തെന്ന് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ ഈ കോസ്റ്റ് എനി ട്രീറ്റ്മെൻറ്റ്, ഇപ്പോൾ ഹെമറ്റോളജി ട്രീറ്റ്മെൻറ്റിൽ പർട്ടിക്കുലർലി കറ്റാസ്ട്രോഫിക് ട്രീറ്റ്മെൻറ്റ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ സഡൻലി യു ഹാവ് ഹ്യൂജ് എമൗണ്ട് ഓഫ് മണി ടു ബി സ്പെൻഡ് ഓൺ ദ ട്രീറ്റ്മെൻറ്റ്. that is a big problem sometimes, but but at the same time ചിലപ്പോൾ some of these treatments are very effective also. അപ്പോൾ ഇത് ഒരു വശത്ത് അതിൻ്റെ എഫക്റ്റ് ഉള്ളതാണ്, രണ്ടാമത്തെ സ്ഥലത്ത് അതിൻ്റെ കോസ്റ്റ് in an Indian context we have to manage. So that balancing is often difficult. And of course, coming back to your question, we offer choices then. What is the next best or next option അങ്ങനെ വെച്ചിട്ട് അതാണ് യൂഷ്വൽ. അതൊരു ഏർലിയർ സ്റ്റേജിൽ തന്നെ പറയാറുണ്ടോ, അല്ലെങ്കിൽ ഇല്ല അത് ലേറ്റർ സ്റ്റേജിലാണ് യൂഷ്വലി. കാർട്ടിസെൽ ഇപ്പം ഫസ്റ്റ് ഡയഗ്നോസ് ചെയ്യുമ്പോഴൊന്നും നമ്മൾ പറയില്ല, അത് അപ്രൂവ്ഡ് അല്ല. അപ്രൂവ്ഡ് ആവുന്നത് റിലാപ്സിലാണ്. മിക്ക ട്രീറ്റ്മെന്റും പല പുതിയ ട്രീറ്റ്മെന്റ്സും റിലാപ്സിലാണ് ഫസ്റ്റ് അപ്രൂവ്ഡ് ആവുക, പിന്നെയാണ് അത് മുമ്പോട്ട്. ഓങ്കോളജിയിൽ പലപ്പോഴും ഫസ്റ്റ് റിലാപ്സിലാണ് പല ട്രീറ്റ്മെന്റ്സും വരിക. റിലാപ്സിൽ സക്സസ്ഫുൾ ആണെങ്കിൽ പിന്നെ മുമ്പോട്ട് അത് പോകുള്ളൂ, അങ്ങനെയാണ്. ഇപ്പം റിലാപ്സിലാണ് കാർട്ടിസെൽ, അല്ലെങ്കിൽ റിഫ്രാക്ടറി അസുഖം മാറാതിരിക്കുന്ന അവസരത്തിലാണ് കാർട്ടി ഉപയോഗിക്കുന്നത്. ഈ അഡോളസെന്റ് ആൻഡ് വിമൻ ആൻഡ് അഡോളസെന്റ് ഗേൾസ് ആൻഡ് യങ് അഡൽട്ട് വിമൻ ഒക്കെയാണ് അയൺ ഡെഫിഷ്യൻസി അനീമിയ ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ കാണുന്നത്. നമ്മളിവിടെ നമ്മുടെ സ്റ്റുഡൻസിനും സ്റ്റാഫിനും ഒക്കെ സർവേ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും വളരെ കൂടുതൽ പെർസെൻറ്റേജ് ആൾക്കാർക്ക് അനീമിയ ഉണ്ട്, അയൺ ഡെഫിഷ്യൻസിയും ഉണ്ട്. ഞാൻ ഓണസ്റ്റായിട്ടൊരു ഉത്തരം പറയട്ടെ, മറ്റേ സിനിമയിൽ ഇന്നസെന്റ് എന്നാ എനിക്കത് അറിഞ്ഞൂടാ. ബിക്കോസ് പല കാര്യങ്ങളും നമുക്ക് അറിഞ്ഞൂടാ. അതർ ഫീൽഡ്സിൽ വട്ടപ്പൂജയാണ്. തിരുവനന്തപുരത്ത് ഒരു ഫിലിം ക്രൈസി സിറ്റി ആണല്ലോ. അപ്പം നമ്മള് ഒത്തിരി തിയേറ്ററൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഹിന്ദി, മലയാളം, ഇംഗ്ലീഷ് ഒക്കെ കാണുമായിരുന്നു.